ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മൾ അങ്ങേയറ്റം കൽബ് കൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ്. അപ്പോൾ ഉസ്താദിന് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. കാരണം ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എ പി ഉസ്താദിനെ കുറിച്ച്. അവിടെ ജാതി, മതം, വർഗം, വർണ്ണം എന്ന് ഒന്നും പരിഗണിക്കാതെ സത്യത്തിന്റെ വഴിയിൽ മാത്രം ചിന്തിച്ച് സത്യങ്ങൾ മാത്രം തുറന്നു പറയുകയും സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വലിയ മഹത്വമുള്ള ഒരു പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. അല്ലാഹു തആല അവിടുത്തെ എല്ലാ സേവനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിമിഷപ്രിയ എന്നുള്ള ഒരു സഹോദരിയെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത വലിയ തേജസ്സാണ് ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ കാന്തപുരം ഉസ്താദ്. ഇന്നത്തെ ദിവസം കേരളീയ ജനങ്ങൾ ജാതി മതം എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും അങ്ങേയറ്റം മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം ഉസ്താദ്. ഉസ്താദിനെ കൂടുതൽ അറിയണമെങ്കിൽ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ദൂരെ നിന്ന് വീക്ഷിക്കാതെ കൂടുതൽ ഉസ്താദുമായി അടുക്കുകയും ഉസ്താദിന്റെ ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾ നേരിൽ കാണുകയും ചെയ്താൽ യഥാർത്ഥമായി ആ ഉസ്താദിനെ അറിയാം. സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിന് എത്രയോ വിമർശനങ്ങൾ വന്നിട്ട് പോലും ഉസ്താദ് ആ വിമർശനത്തിന് മറുപടി പറയാൻ പറ്റില്ല. കാരണം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വിമർശകർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അതിന് മറുപടി പറയാൻ പോയാൽ എ പി ഉസ്താദിന്റെ വിലപ്പെട്ട സമയങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഉസ്താദ് മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഇത്രയൊക്കെ വയസ്സ് പ്രായമായിട്ടും ഉസ്താദ് വിശ്രമിക്കാതെ ഉസ്താദിന്റെ ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തികളും ദീനിനും സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ് ആ മഹാൻ. ഞാൻ പലപ്പോഴും ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു പോയി. ഇപ്പോൾ ഞങ്ങൾക്ക് എത്ര ആയുസ് കിട്ടിയാലും നമുക്ക് ഇങ്ങനെയുള്ള നന്മകൾ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റൂല. ഉറപ്പാണ്, ഉസ്താദിന് ആയുസ് മതിയാകുന്നില്ല എന്നതാണ് സത്യം. എത്രയോ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കാനുണ്ട്, എത്രയോ നന്മകൾ ഇവിടെ സമൂഹത്തിന് ചെയ്യാനുണ്ട്, പ്രവർത്തിക്കാനുണ്ട്.